ഓൾ വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമ്മൾ പല തിയറിസ്റ്റുകളുടെ പല തിയറീസും സ്റ്റേജസും പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആരുടേതാണ്? ലോറൻസ് കോൾബർഗിൻ്റെ സ്റ്റേജസ് ആണ്. മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ സ്റ്റേജസിനകത്ത് തന്നെ എന്താണ് 3 ലെവലുണ്ട്. ഒന്നാമത്തെ ലെവലാണ് പ്രീ കൺവെൻഷണൽ ലെവൽ. പ്രീ കൺവെൻഷണൽ ലെവലിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ. എപ്പോഴും ആക്ഷൻസ് എങ്ങനെയായിരിക്കും ഈ ഒരു സ്റ്റേജിൽ? ജഡ്ജഡ് ബേസ്ഡ് ഓൺ അവോയ്ഡൻസ് ഓഫ് പണിഷ്മെൻറ്റ് ഒഴിവാക്കാനായിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ എന്താണ്? ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. മോറൽ ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് റെസിപ്രോസിറ്റി. അപ്പം പണിഷ്മെൻറ്റ് പേടിച്ച് എന്താണ് കാര്യങ്ങൾ ചെയ്യുക എന്നതിൽ നിന്ന് മാറി കുറച്ചും കൂടെ എന്താണ് ഡെവലപ്ഡ് ആയി ഇൻഡിവിജ്വൽ നീഡ്സ് ഒക്കെ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി അടുത്ത ലെവലിലോട്ട് പോകാം, കൺവെൻഷണൽ സ്റ്റേജ്. കൺവെൻഷണൽ സ്റ്റേജിലും ഉണ്ട് 2 സ്റ്റേജുകൾ. സ്റ്റേജ് 3 എന്താണ്? ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. മോറൽ ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ അപ്രൂവൽ ആൻഡ് റിലേഷൻഷിപ്പ്. അവിടെ ഡിസിഷൻസ് എങ്ങനെ എടുക്കാം? അവിടെ ഡിസിഷൻസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ അപ്രൂവൽ കിട്ടി, സമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിൽ ഡിസിഷൻസ് എടുക്കുക എന്നുള്ള സ്റ്റേജാണ്. സ്റ്റേജ് 4 ആണ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. എംഫസിസ് ഓൺ ഒബേയിങ് ലോസ് ആൻഡ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു, നിയമങ്ങൾ അനുസരിക്കുന്നു. ആൻഡ് ഫൈനലി പോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 5 വരുന്നുണ്ട്. സ്റ്റേജ് 5 എന്താണ്? സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. മോറൽ റീസണിങ് കൺസിഡർ സൊസൈറ്റൽ റൂൾസ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. സൊസൈറ്റിയുടെ റൂൾസും ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ്സും രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? മോറൽ റീസണിങ്ങിലോട്ട് എത്തുന്നു. ആൻഡ് ഫൈനലി 6th സ്റ്റേജിലാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ജസ്റ്റിസ് ഗൈഡ് മോറൽ റീസണിങ് ഈവൻ ഇഫ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ലോസ് ഓർ റൂൾസ്. ഇവിടെ എന്തിനാ പ്രാധാന്യം? എത്തിക്കൽ പ്രിൻസിപ്പിളിന് പ്രാധാന്യം കൊടുക്കുന്നു, ജസ്റ്റിസിന് പ്രാധാന്യം കൊടുക്കുന്നു. അല്ലാതെ എന്താണ് ഈ മോറൽ റീസണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പം നിലവിലുള്ള ലോസ് ആൻഡ് റൂൾസിൽ എന്തെങ്കിലുമൊക്കെ അപാകത ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലോട്ട് ഉയരുന്നു. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്